ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനി നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തനി നാടൻ ഐറ്റമാണ്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ചിക്കൻ പീസ് എടുത്തിട്ടുള്ളൂ. കുറച്ച് വലിയ പീസാണ്, 2 ലെഗ് പീസും പിന്നെ വേറൊരു പീസും കൂടി എടുത്തിട്ടുള്ളത്. ചെറിയ ക്വാണ്ടിറ്റിയിലേ ചെയ്യുന്നുള്ളൂ. ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം, മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അത് ഞാൻ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് വിനാഗിരിയാണ്. 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ്, ഒരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. നാടൻ ഐറ്റം ആയതുകൊണ്ട് കറിവേപ്പില ധാരാളം ഇടുന്നുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ആ വിനീഗറിൽ കിടന്നിട്ട് മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കണം. ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. എന്നിട്ട് നമ്മളൊരു 30 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. നമ്മൾ അത് കുക്ക് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ പകുതി, അതായത് 1 മുറി തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 2ാം പാലും 3ാം പാലും നമുക്ക് വേണ്ട, 1ാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ചിക്കൻ ഏകദേശം ഇങ്ങനെ ഒരു 1/4 ഭാഗം മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു. എന്നിട്ട് അടച്ചു വെച്ചു. ആ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഇപ്പുറത്ത് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് റോസ്റ്റാക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടി ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് നമ്മളിതിൽ കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത്. വേറെ ഓയിലൊന്നും ഉപയോഗിക്കണില്ല, വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. തനിനാടൻ ഐറ്റം ആണല്ലോ. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ആവാം ശരിക്കും. ഞാൻ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് 1 പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടാതെ നോക്കണം. നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് പച്ചമുളകും സവാളയും ഒക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം. ആ സമയത്ത് നമ്മൾ ചിക്കൻ അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് ഒരു 1/4 വേവ് ആക്കി എടുക്കണം. കംപ്ലീറ്റ് വേവണം എന്നില്ല, ഒരു 1/4 വേവ് ആക്കിയാൽ മതി. ഓണിയൻ നമ്മൾ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട്, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യണത് പോലെ ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ആ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഉള്ളിയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയും കുറച്ച് ചിക്കനേ ഉള്ളൂ, പക്ഷേ ഒരു 10 തണ്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം ഇതിന്, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് ആ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ കറിവേപ്പിലയും ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ ആക്കിയെടുത്തിട്ട് അതും നമ്മൾ കോരി മാറ്റുകയാണ്. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുറച്ചും കൂടി സുഖമായിരിക്കും ഈ ഐറ്റം ചെയ്യാൻ. ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഓയിലിലേക്ക് ഈ ചിക്കൻ പീസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഒരു 1/4 വേവായാൽ മതി. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കോരിയിട്ട് അപ്പുറത്തെ അടുപ്പിലാണ് ചട്ടി വെച്ചിട്ടുള്ളത്. നമ്മൾ കറിവേപ്പില വറുത്ത് കോരി ആ ചട്ടിയിലേക്ക് തന്നെയാണ്. ഒരുപാട് എണ്ണ വേണ്ട, എണ്ണ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ അത് എണ്ണയായി മാറും. അപ്പോൾ നമ്മൾ പരമാവധി കുറയ്ക്കുക. പിന്നെ ഒണിയനും ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. അങ്ങനെ ആകുമ്പോൾ ചിക്കന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കാരണം കറിവേപ്പിലയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയാണല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗവും ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിൽ ഒണിയനും
കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്താലും മതി, ഓണിയനും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ അതിലേറെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. കാരണം നമ്മൾ ഈ ഓയിലും ഈ പാത്രത്തിലാണല്ലോ ഉള്ളത്. അതുപോലെ കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തതൊക്കെ ഈ പാത്രത്തിലാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. മാത്രമല്ല ഞാനിപ്പോൾ സ്റ്റീൽ പാത്രത്തിലായത് കാരണം അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ സുഖം ഈ പാത്രമായിരിക്കും എന്ന് വിചാരിച്ച് സ്റ്റീൽ പാത്രം ഒഴിവാക്കിയതാണ്. ആ തേങ്ങാപ്പാൽ മൊത്തം ഇതിൽ വറ്റിയിട്ട് വരണം. ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ തേങ്ങാപ്പാലൊക്കെ വറ്റി നന്നായിട്ട് പരണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഞാനിപ്പോൾ പുലാവാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിൻ്റെ കൂടെ ചപ്പാത്തി ആയാലും കുഴപ്പമില്ല, ഇടിയപ്പം ആയാലും എങ്ങനെയായാലും കുഴപ്പമില്ല, എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് അതൊന്ന് വരട്ടിയെടുക്കണം. ഗ്രേവി ടൈപ്പാണ് ഇഷ്ടമുള്ളത് എങ്കിലിപ്പോൾ ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ ഓഫ് ചെയ്യാം. ചിലർക്ക് അങ്ങനെയായിരിക്കും ഇഷ്ടം, ഗ്രേവി ടൈപ്പായിട്ട് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ ഗ്രേവി വേണമെന്നുള്ളവർക്ക്. ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ശരിയായ ഒരു രീതി എന്ന് പറഞ്ഞാൽ അധികം ഗ്രേവി ഇല്ലാതെ, ഒട്ടും ഗ്രേവി ഇല്ലാതെയാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ വറ്റുമ്പോൾ അത് എണ്ണയായിട്ട് മാറുന്നതാണത്, അതുകൊണ്ടാണ് ഒരുപാട് എണ്ണ ഉള്ളതുപോലെ തോന്നുന്നത്. ഇപ്പോൾ റെഡിയായി. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മസാലയെല്ലാം നന്നായിട്ട് അതിൽ പിടിക്കണം, തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് ചിക്കനിൽ പുരണ്ട് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കറിവേപ്പില കൂടുതലിട്ടത് കാരണം പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില, അതുപോലെ ഓണിയൻ കുറച്ചുണ്ടായിരുന്നു ഫ്രൈ ചെയ്തത്, അതെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.